ഫോക്കസ് ഓൺ ഫൈനാൻസിലേക്ക് സ്വാഗതം. മികച്ച വരുമാനം നേടിത്തരുന്ന ഒരു നിക്ഷേപ മാർഗമെന്ന നിലയിൽ മ്യൂച്വൽ ഫണ്ടുകളെ ആശ്രയിക്കുന്ന അനേകം പേരുണ്ട്. അവരിൽ മിക്കവരും ഫണ്ട് ഹൗസിൻ്റെ, അതായത് ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ നടത്തിപ്പുകാരുടെ പേരോ അതല്ലെങ്കിൽ പെരുമയോ അതല്ലെങ്കിൽ വിശ്വാസ്യതയോ ഒക്കെയാണ് പ്രധാനമായും പരിഗണിക്കാറുള്ളത്. അവ തീർച്ചയായും പരിഗണിക്കേണ്ടത് തന്നെയാണ്. എന്നാൽ അവയ്ക്ക് പുറമേ മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ നിക്ഷേപത്തിന് തിരഞ്ഞെടുക്കുന്ന സ്കീം, അതായത് പദ്ധതി, അത് ഏതാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതൊക്കെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം മ്യൂച്വൽ ഫണ്ട് സ്കീം നമ്മൾ നിക്ഷേപത്തിനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ സ്കീമുകൾ ഏതൊക്കെയാണെന്നും അവയുടെ പ്രവർത്തന ശൈലി ഏതൊക്കെ രീതിയിലാണെന്നും വിശദമാക്കുകയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അനുയോജ്യമായ നിക്ഷേപ മാർഗം തിരഞ്ഞെടുക്കാൻ സാധിക്കും. പല നിക്ഷേപ പദ്ധതികളുള്ളതിൽ ഏറ്റവും ജനകീയം എന്ന് പറയാവുന്ന സ്കീം അത് ഇക്വിറ്റി ഫണ്ടുകളാണ്, അതായത് ഓഹരി അധിഷ്ഠിത ഫണ്ടുകൾ. മ്യൂച്വൽ ഫണ്ട് വരിക്കാരിൽ നിന്ന് സമാഹരിക്കുന്ന പണം അത് ഈ ഫണ്ട് ഹൗസുകൾ ഓഹരികളിൽ നിക്ഷേപിക്കുന്നു. ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നതിലൂടെ ഈ ഫണ്ട് ഹൗസുകൾ നേടുന്ന വരുമാനം അത് യൂണിറ്റ് ഉടമകൾക്ക് വീതിച്ചു നൽകുന്നു. അവരുടെ മുടക്ക് മുതലിന് ആനുപാതികമായിട്ട് വീതിച്ചു നൽകുന്നു. ഇത്തരം സ്കീമുകളെയാണ് ഇക്വിറ്റി ഫണ്ടുകൾ എന്ന് പറയുന്നത്. മറ്റൊരു സ്കീം എന്ന് പറയുന്നത് ഡെറ്റ് ഫണ്ടുകളാണ്, അതായത് കടപ്പത്രങ്ങളിലാണ് ഈ ഫണ്ട് ഹൗസുകൾ പണം നിക്ഷേപിക്കുന്നത്. യൂണിറ്റ് ഉടമകളിൽ നിന്ന് സമാഹരിക്കുന്ന പണം കടപ്പത്രങ്ങളിൽ നിക്ഷേപിച്ച് അതിൽ നിന്നുള്ള വരുമാനം യൂണിറ്റ് ഉടമകൾക്ക് നൽകുന്നു. ഇത്തരം സ്കീമുകളാണ് ഡെറ്റ് ഫണ്ടുകൾ എന്ന് അറിയപ്പെടുന്നത്. മറ്റൊരു വിഭാഗം സ്കീം എന്ന് പറയുന്നത് ഹൈബ്രിഡ് ഫണ്ടുകളാണ്. ഹൈബ്രിഡ് ഫണ്ടുകളെ ബാലൻസ്ഡ് ഫണ്ട് എന്നും പറയാറുണ്ട്. ഇങ്ങനെ പറയുന്നതിന് കാരണം എന്താ വെച്ചാൽ, നിക്ഷേപകരിൽ നിന്ന് സമാഹരിക്കുന്ന തുക ഓഹരികളിലോ അതല്ലെങ്കിൽ കടപ്പത്രങ്ങളിലോ മറ്റു നിക്ഷേപ മാർഗങ്ങളിലോ, അതായത് ബഹുവിധ നിക്ഷേപ മാർഗങ്ങളിൽ അത് അവർ പുനർനിക്ഷേപിക്കുകയും അതിലൂടെ ലഭിക്കുന്ന വരുമാനം യൂണിറ്റ് ഉടമകൾക്ക് നൽകുകയും ചെയ്യുന്നു. ഇത്തരം സ്കീമുകളെയാണ് ഹൈബ്രിഡ് ഫണ്ടുകൾ അല്ലെങ്കിൽ ബാലൻസ്ഡ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. മറ്റ് ഒരു സ്കീം ലിക്വിഡ് ഫണ്ടുകളാണ്. ലിക്വിഡ് ഫണ്ടുകൾ എന്ന് പറയുന്നത് ട്രഷറി ബില്ലുകൾ, സർക്കാരിൻ്റെ ട്രഷറി ബില്ലുകൾ, അതുപോലെ തന്നെ ബാങ്കുകളുടെ ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റുകൾ, കൊമേഴ്സ്യൽ പേപ്പറുകൾ, ഗവൺമെൻറ്റിൻ്റെ തന്നെ ബോണ്ടുകളും മറ്റും, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് പറയും അവ, അതുപോലെ തന്നെ ബാങ്കുകൾ, അതുപോലെ വലിയ ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ വായ്പ നൽകുകയും വായ്പ സ്വീകരിക്കുകയും, പരസ്പരം വായ്പ നൽകുകയും പരസ്പരം വായ്പ സ്വീകരിക്കുകയും ഇങ്ങനെ ചെയ്യുന്ന മണി മാർക്കറ്റ്, കോൾ മണി മാർക്കറ്റ് എന്നതിന് പറയുക. ഈ മാർക്കറ്റ് അതുമല്ലെങ്കിൽ മറ്റ് നിക്ഷേപ മാർഗം, ഇത്തരം മറ്റ് ഉയർന്ന നിലവാരത്തിലുള്ള നിക്ഷേപ മാർഗങ്ങൾ ഇങ്ങനെ ലഭിക്കുന്ന തുകയാണ് ലിക്വിഡിറ്റി ഫണ്ടിൽ നിക്ഷേപിക്കപ്പെടുന്നത്. മറ്റൊരു സ്കീം എന്ന് പറയുന്നത് ഗിൽറ്റ് ഫണ്ടുകളാണ്. ഗിൽറ്റ് ഫണ്ടുകൾ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ നിക്ഷേപ പത്രങ്ങളിൽ മാത്രം, സർക്കാർ പുറപ്പെടുവിക്കുന്ന കടപ്പത്രങ്ങളിൽ മാത്രം യൂണിറ്റ് ഉടമകളിൽ നിന്ന് സ്വീകരിക്കുന്ന നിക്ഷേപം പുനർനിക്ഷേപിക്കുന്ന സ്കീമിനാണ് ഗിൽറ്റ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ 100% ഇത് സുരക്ഷിതമാണെന്നുള്ളതാണ് ഗിൽറ്റ് ഫണ്ട് സ്കീമുകളുടെ പ്രത്യേകത. കാരണം പുറപ്പെടുവിക്കുന്ന കടപ്പത്രങ്ങൾ സർക്കാരിൻ്റേതായതുകൊണ്ട് കണ്ണുമടച്ചതിന് വിശ്വസിക്കാം, 100% വിശ്വസിക്കാം. ഒരിക്കലും നമുക്ക് നഷ്ടമുണ്ടാകാത്ത തരത്തിൽ വരുമാനം ലഭിക്കുമെന്ന് ഉറപ്പാക്കാം. മറ്റൊരു സ്കീം ഇൻഡെക്സ് ഫണ്ടുകളാണ്. ഓഹരി വിപണിയിലെ വില സൂചികകൾ, സെൻസെക്സ്, നിഫ്റ്റി അതുപോലെയുള്ള സൂചികകൾ, ഇത്തരം വില സൂചികകൾ, ഇൻഡെക്സുകളെ ആശ്രയിച്ച് അല്ലെങ്കിൽ അവയിൽ പണം മുടക്കുന്ന നിക്ഷേപ പദ്ധതിയാണ് ഇൻഡെക്സ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. ഇത്തരം ഇൻഡെക്സ് ഫണ്ടുകളും വളരെ പ്രചാരത്തിലുള്ളവയാണ്. മറ്റൊന്ന് സെക്ടർ ഫണ്ടുകളാണ്. വിവിധ സെക്ടറുകളിൽ പണം മുടക്കുന്ന, ഉദാഹരണത്തിന് ചില സ്കീമുകൾ ഓയിൽ കമ്പനികളിൽ മാത്രമാണ് പണം മുടക്കുന്നത്. ചില സ്കീമുകൾ ഔഷധ നിർമ്മാണ കമ്പനികളിൽ, ഫാർമ കമ്പനികളിൽ മാത്രമായിട്ട് പണം പുനർനിക്ഷേപിക്കുന്നു, യൂണിറ്റ് ഉടമകളിൽ നിന്ന് ലഭിക്കുന്ന പണം സമാഹരിക്കുന്നു. മറ്റു ചില സ്കീമുകൾ പ്രതിരോധ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളിലായിരിക്കും പണം മുടക്കുക. മറ്റു ചിലത് ബാങ്കിങ് മേഖലയിലെ സ്ഥാപനങ്ങളിൽ പണം മുടക്കുന്ന സ്കീമുകളാണ്. ഇത്തരം സ്കീമിനെയാണ് സെക്ടർ ഫണ്ടുകൾ, അതായത് വിവിധ സെക്ടറുകളിൽ പണം മുടക്കുന്ന സ്കീം എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ.
അപ്പോൾ ഇവയുടെ ഈ പ്രവർത്തന ശൈലി, അതായത് ഇവ എങ്ങനെയാണ് നമ്മളിൽ നിന്ന് സമാഹരിക്കുന്ന തുക പുനർനിക്ഷേപിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് നമുക്ക് യോജിച്ച നിക്ഷേപം തിരഞ്ഞെടുക്കുന്നതിന് സഹായിക്കും. നമുക്ക് വരുമാനം ലഭിക്കേണ്ടത് പലിശ ഇനത്തിലാണോ അതല്ല മൂലധന നേട്ടമാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഇത്തരം ഫണ്ടുകളുടെ തിരഞ്ഞെടുപ്പിലൂടെ സാധിക്കും. അങ്ങനെ നമ്മൾ ബുദ്ധിപൂർവ്വം വിവേകപൂർവ്വം നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായ രീതിയിൽ ഈ ഫണ്ട് സ്കീമുകൾ തിരഞ്ഞെടുക്കാമെങ്കിൽ നമുക്ക് മികച്ച നേട്ടം ഭാവിയിൽ ഉറപ്പാക്കാൻ കഴിയും.